അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വർഷം 10ാം ക്ലാസ്സിലേക്ക് പുതുതായി ഇറക്കിയ തസ്കിയത്തുൽ വിൽദാനിലെ 4ാമത്തെ പാഠം ലാ തഅകുൽ ലഹ്മ അഖീക മൈത, ഗീബത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയുന്ന പാഠമാണ്. ജാഅ റജുലുൽ അസ്ലമിയ്യു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫശഹിദ അലാ നഫ്സിഹി ബിസ്സിന 4 ഷഹാദാത്ത്. അസ്ലമി ഗോത്രക്കാരനായ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിയിൽ വന്ന് അദ്ദേഹം വ്യഭിചരിച്ചു എന്നതിന് 4 സാക്ഷികളെ ഹാജരാക്കി. ഒഫീ കുല്ലി ദാലിക കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരിദു അൻഹു. ഓരോ പ്രാവശ്യം വരുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പരിഗണിച്ചില്ല. വലാകിന്നഹു ലം യർജി അൻ ഇഖ്റാരിഹി. എങ്കിലും അദ്ദേഹം അത് സമ്മതിക്കാതെ അവിടുന്ന് മടങ്ങിപ്പോകുന്നില്ല. വഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ തുതഹിറനി, ഞാൻ എന്നെ ശുദ്ധിയാക്കാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് ഇതിനുള്ള ശിക്ഷ തന്ന് അള്ളാഹുവിനരികിൽ ഞാൻ ശുദ്ധിയാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഫഅമറ ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യുർജം, അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പന നൽകി. ഫറുജിം, അങ്ങനെ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലപ്പെട്ടു. വറജമു ഹുവൽ ഉഖൂബത്തു ഫിൽ ഇസ്ലാമി ലിസാനി അൽ മുഹ്സൻ. വ്യഭിചാരിയായ വിവാഹിതനായ വ്യഭിചാരിക്കുള്ള ഇസ്ലാമിലെ ശിക്ഷയാണ് എറിഞ്ഞു കൊല്ലുക എന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലപ്പെടുകയും ചെയ്തു. ഫഖാല റജുലുൻ മിനൽ അൻസാരി ലിസ്വാഹിബിഹി. അൻസാറുകളിൽപ്പെട്ട ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഉൻദുർ ഇലാ ഹാദല്ലദീ സതറല്ലാഹു അലൈഹി. അല്ലാഹു തആല തെറ്റ് മറച്ചു വെച്ച ഒരാളെ നീ നോക്കൂ. അദ്ദേഹത്തിന്റെ തെറ്റ് അല്ലാഹു തആല മറച്ചു വെച്ചിട്ടുണ്ട്. ഫലം യദഅ നഫ്സഹു, അദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരത്തെ അങ്ങനെ വിട്ടില്ല. ഹത്താ റുജിമ റജുമൽ കൽബ്, പട്ടിയെ എറിഞ്ഞു കൊല്ലുന്നത് പോലെ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ നീ ഒന്ന് നോക്കൂ. ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും മിണ്ടിയില്ല. വലം യഖുൽ ലഹുമാ ഷൈഅൻ, അവരോട് രണ്ടുപേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും പറഞ്ഞില്ല. സുമ്മ ലമ്മാ മർറ ബിജീഫത്തി ഹിമാരിൻ, ഒരു കഴുതയുടെ ശവത്തിനരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ ഖാല, നബി തങ്ങൾ ചോദിച്ചു, ഐന ഫുലാനുൻ ഫുലാൻ, ആ 2 വ്യക്തികൾ എവിടെയാണ്? കുലാ മിൻ ജീഫത്തി ഹാദൽ ഹിമാർ, നിങ്ങൾ രണ്ടുപേരും ഈ കഴുതയുടെ ശവത്തിൽ നിന്ന് ഭക്ഷിക്കൂ, അതാണ് ഏറ്റവും നല്ലത്. മാൻ ഇൽത്തുമാമിൻ ഇർദി ഹാദർ റജുലി ആനിഫൻ, കുറച്ചു മുമ്പ് ഈ വ്യക്തിയുടെ അഭിമാനത്തിന് നിങ്ങൾ ക്ഷതം വരുത്തിയതുണ്ടല്ലോ, അത് അഷദ്ദു മിൻ അക്കിലി ഹാദിഹിൽ ജീഫ, ഈ ശവത്തിന്റെ ഈ കഴുതയുടെ ശവത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും കഠിനമാണ് ആ നിങ്ങൾ ചെയ്തത്. അദ്ദേഹത്തെ നിങ്ങൾ അഭിമാനത്തിന് ക്ഷതം വരുത്തിയത്, അദ്ദേഹത്തെ മോശമാക്കി പറഞ്ഞത്, അദ്ദേഹത്തെ വഷളാക്കി പറഞ്ഞത്, അത് നിങ്ങൾ ഈ ശവത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും കഠിനമാണ്. ഫവല്ലദീ നഫ്സി ബിയദി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇന്നഹുൽ ആൻ, അദ്ദേഹം ഇപ്പോൾ ഫി അൻഹാരിൽ ജന്ന, സ്വർഗത്തിലെ നദികളിൽ യൻഗമിസു ഫീഹാ, അതിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അത് ദോഷമാകുന്നതാണ്. മറ്റൊരാളെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല എന്നാണ് ഈ കഥയുടെ പൊരുൾ. അതായത് മറ്റുള്ളവൻ ദോഷം ചെയ്താലും തെറ്റ് ചെയ്താലും ആ തെറ്റ് മറ്റുള്ളവരോട് പറഞ്ഞ് പരത്താൻ പാടില്ല. കാരണം അത് നമ്മൾക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത്. അവരും അള്ളാഹുവുമായിട്ട് ചിലപ്പം അത് പൊരുത്തപ്പെട്ടേക്കാം. അതിനുള്ള വഴികളെല്ലാം അള്ളാഹു തആല ചിലപ്പോൾ അയാൾക്ക് എളുപ്പമാക്കി കൊടുക്കും. പക്ഷെ നമ്മൾ പറഞ്ഞത് അവിടെ വെറുതെയായി തീരും. ഒരിക്കലും ഒരാളെയും ഗീബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, ഗീബത്ത് പറയാൻ പാടില്ല. മറ്റൊരു സംഭവം, ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി സൗമി യൗം, ഒരു ദിവസം നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഫഖാല ലാ യുഫ്തിറന്ന അഹദും മിൻകും ഹത്താ ആദന ലഹു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, നബിയോട് സമ്മതം ചോദിക്കാതെ ഒരാളും നോമ്പ് മുറിക്കാനും പാടില്ല. ഹത്താ ഇദാ അംസൗ, വൈകുന്നേരമായപ്പോൾ ഫജഅല റജുലു യജീഉ യസ്തഇദിനുഹു ഫിൽ ഇഫ്താർ, ഒരാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നോമ്പ് മുറിക്കാൻ സമ്മതം ചോദിച്ചു. ഫയഅദന ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം നൽകുകയും ചെയ്തു അദ്ദേഹത്തിന്. ഹത്താ ജാഅഹു റജുലുൻ,
നബി തങ്ങളുടെ അടുത്ത് മറ്റൊരാൾ വന്നു. യസ്തഇദിനുഹു, സമ്മതം ചോദിക്കാൻ, ഫിൽ ഇഫ്താർ, നോമ്പ് തുറക്കാൻ, ലി ഫതാതൈനി തസ്തഹിയാനി അൻ തഅതിയാഹു, നബിയുടെ അടുത്ത് വന്ന് സമ്മതം ചോദിക്കാൻ ലജ്ജയുള്ള രണ്ട് സ്ത്രീകൾക്ക് സമ്മതം ചോദിക്കാൻ വേണ്ടി മറ്റൊരാൾ വന്നു. ഫഅറദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി, പിന്തിരിഞ്ഞു. സുമ്മ ആബദഹു, വീണ്ടും നബിയുടെ അടുത്തേക്ക് അദ്ദേഹം വന്നു. ഫഅറദ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. സുമ്മ ആബദഹു, വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാൻ വേണ്ടി വന്നു. ഫഅറദ അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. വഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലൻ തസൂമാ, അവർ രണ്ടുപേരും നോമ്പ് നോറ്റിട്ടില്ല. വകൈഫ സാമ മൻ അളല്ല ഹാദൽ യൗമ യഅകുലു ലുഹൂമൻ നാസ്, ജനങ്ങളുടെ പച്ചമാംസം തിന്നുകൊണ്ട് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് അവർ നോമ്പ് നോൽക്കുക? ജനങ്ങളുടെ പച്ചമാംസം തിന്ന് ഈ ദിവസം നഷ്ടപ്പെടുത്തിയ അവർ എങ്ങനെയാണ് നോമ്പ് നിൽക്കുക? ഇദ്ഹബ് ഫമുറുഹുമ, നീ പോയി അവരോട് പറയൂ, ഇൻ കാനത സ്വാഇമതൈനി, അവർ രണ്ടുപേരും നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ, ഫൽ തതഖയ്യ, അവർ രണ്ടുപേരും ഛർദിക്കട്ടെ. ഫഖാഅത് കുല്ലു വാഹിദത്തിൻ അലഖതൻ മിൻ ദം, അങ്ങനെ രണ്ടുപേരും ഛർദിച്ചു, രക്തപിണ്ഡം, രക്തകഷ്ണമാണ് അവർ രണ്ടുപേരും ഛർദിച്ചത്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫവല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ശരീരം ആരുടെ കരങ്ങളിലാണോ ഉള്ളത് ആ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ബഖിയത ഫീ ബുതൂനിഹിമ, അവരുടെ രണ്ടുപേരുടെയും വയറ്റിൽ ഇത് ബാക്കിയാവുകയാണെങ്കിൽ, ഈ രക്തപിണ്ഡം ബാക്കിയാവുകയാണെങ്കിൽ, ല അക്കലത്തുഹുമൻ നാർ, അവർ രണ്ടുപേരെയും നരകം ഭക്ഷിക്കുമായിരുന്നു, തിന്നുമായിരുന്നു. അപ്പോൾ ഗീബത്തിന്റെ ഗൗരവം എത്രയാണ്! ഒരിക്കലും ഒരാളെയും കുറ്റം പറയാൻ പാടില്ല. ഖാല തആല, ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനദ്ദൻ, നിങ്ങൾ ഒഴിവാക്കണം, കസീറൻ മിനദ്ദൻ, അധിക ധാരണകളും നിങ്ങൾ ഒഴിവാക്കണം. ഇന്ന ബഅദുദ്ദന്നി ഇസ്മ, ചില ധാരണകളെല്ലാം തെറ്റാണ്. വലാ തജസ്സസു, നിങ്ങൾ ചുഴന്നന്വേഷിക്കരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, പരസ്പരം ഒരാളെയും ഗീബത്ത് പറയരുത്. അയ്യുഹിബ്ബു അഹദുക്കും, എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? അയ്യഅകുല ലഹ്മ അഖീഹി മൈത, സഹോദരൻ മരിച്ച ശേഷം അവന്റെ മാംസം ഭക്ഷിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഫകരിഹ്തുമു, നിങ്ങൾ അത് വെറുക്കുന്നില്ലേ? വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, അള്ളാഹു തആല തവ്വാബാണ്, കൂടുതൽ തൗബ സ്വീകരിക്കുന്നവനാണ്, റഹീം കാരുണ്യവാനുമാണ്. ഖാല ശാഇറു ലാ തഗ്തബൻ അഹദൻ ഫദ്ലൻ അനിൽ ഉലമാ വലൗ ബിസഹ്വിൻ ലിമാ ഫീ നഹ്മിഹിം ദഅഫു. ലാ തഗ്തബൻ അഹദൻ, നീ ഒരാളെയും ഗീബത്ത് പറയരുത്. ഫദ്ലൻ, പ്രത്യേകിച്ച് അനിൽ ഉലമ, പണ്ഡിതന്മാരെ കുറ്റം പറയരുത്. വലൗ ബിസഹ്വിൻ, അത് മറന്നുകൊണ്ടുപോലും അങ്ങനെ പറയരുത്. ലിമാ ഫീ ലഹ്മിഹിം ദഅഫ്, കാരണം അവരുടെ മാംസത്തിൽ നഞ്ഞുണ്ട്, വിഷമുണ്ട്. ഇന്നദ്ദുആഫ മതാ മാ കുൻത തഅകുലുഹു വലൗ ബിജഹലിൻ ജറാ ഫീ നഫ്സിക തലഫു. ഇന്നദ്ദുആഫ്, വിഷം, മാ കുൻത തഅകുലുഹു, നീ അത് ഭക്ഷിച്ചാൽ, വലൗ ബിജഹലിൻ, അതറിയാതെ നീ തിന്നതാണെങ്കിലും, ജറാ ഫീ നഫ്സിക തലഫു, നിന്റെ ശരീരത്തിൽ അത് നാശമുണ്ടാക്കുന്നതാണ്. ഫത്തിഷ് ഉയൂബക ഖബ്ല ഐബി ഗൈരിക മൻ ഖുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സനിമാ. നീ ഒരാളെയും കുറ്റം പറയരുത് മാത്രമല്ല, ഫത്തിഷ് ഉയൂബക, നിന്റെ കുറവുകൾ നീ പരിശോധിക്കുക. ഖബ്ല ഐബി ഗൈരിക മൻ, മറ്റുള്ളവരുടെ കുറ്റം പരിശോധിക്കുന്നതിന് മുമ്പ് നിനക്കെന്തൊക്കെ കുറവുകളുള്ളത് എന്ന് നീ പരിശോധിക്കണം. ഖുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സനിമാ, ജനങ്ങളുടെ കൂട്ടത്തിൽ കുറവുകളിൽ നിന്ന്, ന്യൂനതകളിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ആരാണെന്ന് നീ പറയൂ. എല്ലാവർക്കും കുറവുകളുണ്ടാകും. അതുകൊണ്ട് ആരും ഒരാളെയും കുറ്റം പറയുകയില്ല. സ്വന്തം കുറ്റങ്ങൾ പരിശോധിക്കുകയാണ് വേണ്ടത്, മറ്റുള്ളവരുടെ കുറ്റം പരിശോധിക്കുന്നതിന് മുമ്പ്.
ولا تكن كذباب بالجروح وقع دون الصحاح من الأعضاء مستلما. എന്നിട്ട് കവി പറയുന്നു, വലാ തകുൻ കദുബാബിൻ, നീ ഈച്ചയെ പോലെയാവരുത്, ബിൽ ജുറൂഹി വഖഅ, മുറിവിൽ മാത്രം ഇരിക്കുന്ന ഈച്ചയുടെ സ്വഭാവം നിനക്കുണ്ടാവരുത്. കുറവുകൾ മാത്രം കണ്ടെത്തുന്നവനാവരുത് നീ, മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം നോക്കി നടക്കുന്ന ഒരാളായി മാറരുത്. അതായത് ഈച്ചയുടെ സ്വഭാവം നിനക്കുണ്ടാവരുത്. ദൂനസ്നിഹാഹി മിനൽ അഅ്ളാഇ മുസ്തരിമാ, ശരീരത്തിന്റെ മറ്റു നല്ല ഭാഗങ്ങളിൽ നിന്നും ഇരിക്കാതെ. അത് ഈച്ച മുറിവിൽ മാത്രമാണ് പോയിരിക്കുക. ആ ഈച്ചയുടെ സ്വഭാവം ഒരിക്കലും നിനക്കുണ്ടാവരുത്. നീ മറ്റുള്ളവരുടെ കുറവുകൾ തപ്പാതെ നിന്റെ കുറവുകൾ അന്വേഷിക്കുകയാണ് വേണ്ടത്. അതിന് പരിഹാരം കണ്ടെത്തുക. അത് പരിഹരിച്ച് എങ്ങനെ സ്വർഗം നേടാം എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരാളെയും ഗീബത്ത് പറയാതിരിക്കുക. കാരണം ഒരു ഹദീസിൽ കാണാം, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, ഗീബത്ത് വ്യഭിചാരത്തെക്കാൾ വലിയ കുറ്റമാണ്. എന്നാൽ വ്യഭിചരിച്ച ആള് അള്ളാഹുമായിട്ട് തൗബ ചെയ്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് അള്ളാഹു താലത് പൊരുത്തപ്പെട്ടു കൊടുത്താൽ അവർക്കത് ആ കുറ്റം അള്ളാഹു താല ചിലപ്പോൾ ഒഴിവാക്കി കൊടുക്കും. എന്നാൽ ഗീബത്ത് പറഞ്ഞവൻ അങ്ങനല്ല. ഗീബത്ത് ആരെയാണോ പറഞ്ഞത്, ആരെ കുറ്റമാണോ പറഞ്ഞത്, അയാളെ കണ്ട് പൊരുത്തപ്പെടിയിക്കാതെ അള്ളാഹു താല അത് പൊരുത്തപ്പെട്ടു കൊടുക്കുകയില്ല. അപ്പൊ അത്രയും ഗൗരവമുള്ള വിഷയമാണ് ഗീബത്ത് പറയാന്നുള്ളത്. അതുകൊണ്ട് ഒരാളെയും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഈ പാഠത്തിന്റെ തദ്രീവാത്ത് നോക്കാം. ഖുർആൻ വായിച്ചു മനസ്സിലാക്കാം. മുഹ്സൻ പതിവൃത്തൻ, അലഖത്തുൻ രക്തപിണ്ഡം, ഇഖ്റാർ അംഗീകരിക്കുക, ഇർദുൻ അഭിമാനം, ഫതാത്തുൻ യുവതി, റജുമുൻ എറിഞ്ഞുകൊല്ലൽ, ജീഫത്തുൻ ശവം, മൈത്തുൻ ജീവില്ലാത്ത ശരീരം, ഉഖൂബത്തുൻ ശിക്ഷ, ഉഖൂബത്തുൻ ശിക്ഷ, ലഹ്മുൻ മാംസം, ഇസ്മുൻ കുറ്റം, തൗവാബുൻ വളരെ തൗബ സ്വീകരിക്കുന്നവൻ. മാന അർത്ഥമെഴുതാം. ലഹ്മുൻ മാംസം, ഇഖ്റാറുൻ അംഗീകരിക്കുക, റജുമുൻ എറിഞ്ഞുകൊല്ലൽ, ഉഖൂബത്തുൻ ശിക്ഷ, മുഹ്സൻ പതിവൃത്തൻ, ജീഫത്തുൻ ശവം, ഇർദുൻ അഭിമാനം, ഫതാത്തുൻ യുവതി, അലഖത്തുൻ രക്തപിണ്ഡം, ഇസ്മുൻ കുറ്റം, മൈത്തുൻ ജീവില്ലാത്ത ശരീരം, തൗവാബുൻ ധാരാളം തൗബ സ്വീകരിക്കുന്നവൻ. അടുത്തവർക്ക് നിക്തശിഫു സിയാഖാത്ത് സന്ദർഭങ്ങൾ വ്യക്തമാക്കുക. 1. ഉരീദു അൻ തുതഹിറനി, ഞാൻ എന്നെ ശുദ്ധിയാക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് ഇതിന്റെ സന്ദർഭം? അസ്ലമി ഗോത്രക്കാരനായ ഒരാൾ താൻ വ്യഭിചരിച്ചു എന്ന് 4 സാക്ഷികളെ ഹാജരാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു കളഞ്ഞു. എങ്കിലും അദ്ദേഹം അത് അംഗീകരിക്കാതെ മടങ്ങിയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണിത്. 2. കുലാമിൻ ജീഫത്തി ഹാദൽ ഹിമാർ, അവ രണ്ടുപേരും ഈ കഴുതയുടെ ശവത്തിൽ നിന്ന് ഭക്ഷിക്കട്ടെ. എന്താണ് അതിന്റെ സന്ദർഭം? കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട വ്യക്തിയെ പരിഹസിച്ച 2 ആളുകളോട് കഴുതയുടെ ശവത്തിനരികിലൂടെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണിത്. 3. ഇന്നഹുമ ലൻ തസൂമ, അവർ രണ്ടുപേരും നോമ്പ് നോറ്റിട്ടില്ല. എന്താണ് അതിന്റെ സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും തുറക്കുമ്പോൾ സമ്മതം ചോദിക്കാൻ പറയുകയും ചെയ്തു. 2 സ്ത്രീകൾക്ക് സമ്മതം വാങ്ങാൻ ഒരാൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവണ തിരിഞ്ഞു കളഞ്ഞുകൊണ്ട് പറഞ്ഞതാണിത്. അവർ 2 ആളും നോമ്പ് നോറ്റിട്ടില്ല. ലൗ ബഖിയത ഫീ ബുതൂനിഹിമാ ലഅകലതുഹുമൻ നാർ, ആ 2 രക്തകഷ്ണം അവരുടെ വയറ്റിൽ ബാക്കിയാവുകയാണെങ്കിൽ അവരെ നരകം തിന്നുമായിരുന്നു. എന്താണ് അതിന്റെ സന്ദർഭം? നോമ്പ് നോറ്റ് ജനങ്ങളുടെ പച്ചമാംസം തിന്ന 2 സ്ത്രീകളോട് പാത്രം വെച്ചുകൊണ്ട് ഛർദ്ദിക്കാൻ പറഞ്ഞപ്പോൾ അവർ രക്തപിണ്ഡം ഛർദ്ദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്,
ഇത് അവരുടെ വയറ്റിൽ ബാക്കിയാവുകയാണെങ്കിൽ അവരെ നരകം തിന്നുമായിരുന്നു. അടുത്തവർക്ക് നസ്തഅമിലു ഫിൽ ജുമൽ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇൻഗമസ മുങ്ങി എന്നത് ഇൻഗമസ ഫി അൻഹാരിൽ ജന്ന, അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലെ നദികളിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. 2 അംസ, അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി എന്നർത്ഥമുണ്ട്, ആയി എന്നും അർത്ഥമുണ്ട്. അംസ അംസൽ ഇമാമു മരീദൻ, ഇമാം രോഗിയായി. 3 ഇഗ്താബ വല യഗ്തബ് ബഅദുക്കും, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. 4 തജസ്സസ വല തജസ്സസു, നിങ്ങൾ ചുഴന്ന് അന്വേഷിക്കരുത്. ളല്ല മൻ ളല്ല ഹാദൽ യൗം, അടുത്തവർക്ക് നംലഉൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഫത്തിഷ് ഉയൂബക ഖബ്ല ഐബി ഗൈരിക മൻ കുല്ലി മിനൻ നാസി മിൻ ഐബിൻ ലഹു സലിമ ഇന്ന ദുആഫ മതാ മാ കുൻത തഅകുലുഹു വലൗ ബിജഹ്ലിൻ ജറാ ഫീ നഫ്സിക തറഫു. അടുത്തവർക്ക് നശ്റഹുൽ മാന അർത്ഥം എഴുതാം. ലാ തഗ്തബൻ അഹദൻ ഫദ്ലൻ അനിൽ ഉലമ വലൗ ബിസഹ്ബിൽ ലിമാ ഫീ ലഹ്മിഹി മദഅഫു, നീ ഒരാളെയും ഗീബത്ത് പറയരുത്, പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ. വലൗ ബിസഹ്ബിൽ ലിമാ ഫീ ലഹ്മിഹി മദഅഫു, മറന്നുപോലും അങ്ങനെ വരരുത്, കാരണം അവരുടെ മാംസത്തിൽ വിഷമുണ്ട്. 2 വലാ തകുൻ കദുബാബിൻ ബിൽ ജുറൂഹി വഖഅ ദൂന സിഹാഹി മിനൽ അഅളാഇ മുസ്തലിമ, മുറിവിൽ മാത്രം പോയിരിക്കുന്ന, നല്ല അവയവങ്ങളിൽ ഇരിക്കാതെ മുറിവിൽ മാത്രം പോയിരിക്കുന്ന ഈച്ചയെ പോലെ നീ ആവരുത്. അടുത്തവർക്ക് നസുരു കുല്ലുംബിൽ മുനാസിബ്, യോജിച്ചത് ചേർത്ത് എഴുതി കൊടുക്കുക. 1 അൽ ഫാസിഖു ബി അൽ ഫാസിഖു യഗ്താബു, തമ്മാടി ഗീബത്ത് പറയും, തമ്മാടിയായ പുരുഷൻ ഗീബത്ത് പറയും. 2 അൽ ഫാസിഖത്തു എ തഗ്താബു, ഫാസിഖായ സ്ത്രീ തഗ്താബു അവളും ഗീബത്ത് പറയും. 3 ബക്ക ഡി അൽ വലതു ബക്കൽ വലതു, ആൺകുട്ടി കരഞ്ഞു. 4 ബക്കത്ത് സി അൽ ബിൻത്, പെൺകുട്ടി കരഞ്ഞു. അടുത്തവർക്ക് തഖ്സീസ് അസൈൻമെന്റ് എഴുതാനാണ്. 1 നക്തുബ് ഫിഖ്റത്തൻ അനിൽ ഗീബ, ഗീബത്തിനെ കുറിച്ച് ഒരു ഗണ്ണിക എഴുതാൻ വേണ്ടിയാണ്. മറ്റൊരാളെ കുറിച്ച് ഗീബത്ത് പറയൽ, പരദൂഷണം പറയൽ, അത് വലിയ കുറ്റമാണ്. അവർ ചെയ്ത കാര്യമാണെങ്കിലും ആ ചെയ്ത കാര്യം മറ്റൊരാളോട് പറയുന്നത് വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, വലിയ കുറ്റമാണ്. ചെയ്യാത്തത് പറഞ്ഞാൽ അത് കളവാകും, ചെയ്തത് പറഞ്ഞാൽ അത് ഗീബത്തുമാകും. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വലാ യഗ്തബ് ബഅദുക്കും ബഅദ, നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുക്കും അയഅകുല ലഹ്മ അഖീഹി മൈത, നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അകരിഹ്തുമു, നീ അത് വെറുക്കുന്നില്ലേ? അതിന് തുല്യമാണ് ഒരാളുടെ ഗീബത്ത് പറയൽ. ഗീബത്ത് പറയുന്നത് വലിയ ഗൗരവമാകാൻ കാരണം നാം പറഞ്ഞ ആളെ കണ്ട് പൊരുത്തപ്പെടിയിക്കാതെ അല്ലാഹു തആല ഒരിക്കലും അത് പൊരുത്തപ്പെട്ടു തരികയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പറയുന്നുണ്ട്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന, ഗീബത്ത് പറയൽ വ്യഭിചാരത്തേക്കാൾ കഠിനമാണ് എന്ന്. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? വ്യഭിചാരം വലിയ കുറ്റമാണ്, എങ്കിലും വ്യഭിചരിച്ച ആള് അള്ളാഹുവുമായി പൊരുത്തപ്പെടിയിച്ചാൽ, അള്ളാഹു തആല അത് പൊരുത്തപ്പെട്ടു കൊടുത്താൽ അവന്റെ കുറ്റം അതോടുകൂടെ തീരും. എന്നാൽ ഗീബത്ത് പറഞ്ഞ ആൾ, ആ ഗീബത്ത് ആരെക്കുറിച്ചാണോ പറഞ്ഞത്, അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പൊരുത്തപ്പെടാതെ അള്ളാഹു തആല ഒരിക്കലും ആ കുറ്റം പൊരുത്തപ്പെട്ടു തരികയില്ല. നമ്മുടെ പാഠത്തിൽ പറഞ്ഞ ആദ്യത്തെ സംഭവം,
അസ്ലമി ഗോത്രക്കാരനായ ആള് വ്യഭിചരിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലപ്പെടുകയും അത് കണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് രണ്ടാൾ അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞത് ഈ കഴുതയുടെ ശവത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതിനേക്കാൾ വലുതാണ്, അശദ്ധാണ്, ശക്തിയാണ് എന്നവരോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഗൗരവം എത്രയാണ്. അതുപോലെ തന്നെ നോമ്പ് നോറ്റുകൊണ്ട് ജനങ്ങളുടെ പച്ചയിറച്ചിരുന്ന ഗീബത്ത് പറഞ്ഞ രണ്ട് സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഛർദ്ദിക്കാൻ പറഞ്ഞപ്പോൾ അവർ മാംസപിണ്ഡമാണ് ഛർദ്ദിച്ചത്. എന്നിട്ട് നബി പറഞ്ഞു, അവരുടെ വയറ്റിൽ ബാക്കിയാവുകയാണെങ്കിൽ അവരെ നരകം തിന്നുമായിരുന്നു. അപ്പോൾ ഗീബത്ത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. നാം അതിൽ നിന്ന് വിട്ടുനിൽക്കണം. ഒരിക്കലും ഒരാളെയും ഗീബത്ത് പറയാതിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.